റാഗിങ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു തുടർ കഥയായിട്ട് പല ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയാണ് ക്രൂരമായ രീതിയിൽ കുട്ടികളാൽ SFI രാഷ്ട്രീയം തലയിൽ പേറി നടക്കുന്ന കുട്ടികളാൽ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ടത്. ഇന്ന് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ ക്രൂരമായിട്ട് റാഗിങ്ങിനിരയായി മരണപ്പെട്ടിട്ട് 1 വർഷം തികയാണ്. എന്തുകൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ മറ്റൊരു മനുഷ്യനെ വേദനിപ്പിക്കാൻ തോന്നുന്നത്? അല്ലേ, എനിക്ക് തോന്നുന്നത് ഇതൊരു റാഗിങ്ങിൻ്റെ മാത്രം ഫലമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം റാഗിങ് ഒരു സമയത്ത് കേരളത്തിലൊരു വലിയ സംഭവമായിരുന്നു. അത് ഇന്ത്യ ഒട്ടുക്ക് സംഭവമായിരുന്നു. അങ്ങനെ 1998 നമ്മുടെ റാഗിങ് വിരുദ്ധ നിയമം നമ്മുടെ വരുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ എനിക്ക് നമ്മളെക്കാൾ 1 വർഷം മുമ്പാണ് തമിഴ്നാട്ടിൽ വരുന്നത്, 97 വരുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം വന്നതിന് ശേഷം റാഗിങ് വളരെ കുറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം റാഗിങ്ങിനേക്കാൾ കൂടുതൽ ഞാൻ ധരിക്കുന്നത് മുഴച്ചു നിൽക്കുന്നത് കുട്ടികളിലുള്ള മയക്കുമരുന്ന് സാധനങ്ങളുടെ ഉപയോഗമാണ്. അത് വളരെ കൂടുതലാണ്. ആ കൂടുതലായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈസ്കൂൾ തലം തുടങ്ങിയിട്ട് വിദ്യാർത്ഥികളെ കൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ദുരന്തം വളരെ കൂടുതലാണത്. വലിയ പ്രശ്നമാണ് ശരിക്കത്. ഈ കുട്ടികൾ ക്രൂരമായിട്ട് ചെയ്യാന്നുള്ളത് ഒരു വെളുപ്പങ്കാലത്ത് ചെന്നിട്ട് കുട്ടികളാരും വേറെ ആളെ ദ്രോഹിക്കാൻ തോന്നില്ല. ഇവൻ്റെ അകത്ത് കിടക്കുന്ന സാധനം നുരഞ്ഞു പൊന്തിയിട്ട് കുട്ടിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ പറയുന്ന റാഗിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണത്. എല്ലാ സ്ഥലത്തും നോക്കിക്കോളൂ, കുട്ടികളെ എവിടെയാണ് ഇതിനകത്തൊരു അന്വേഷണം നടക്കുന്നത്, എവിടെയാണ് മയക്കുമരുന്ന് മാഫിയ എല്ലാ സ്ഥലത്തും സജീവമല്ലേ? കേരളത്തിൽ കൊച്ചി തന്നെ അതിന് പ്രധാനപ്പെട്ട ഹബ്ബാണ് മയക്കുമരുന്നിൻ്റെ. എവിടെ അന്വേഷണമുള്ളത്? ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ലല്ലോ. വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് വളരെ വ്യാപകമെന്ന് എല്ലാ സ്ഥലത്തും ചർച്ചയുണ്ട്. ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ അവിടെ ഗ്ലോബൽ പബ്ലിക് സ്കൂളാണ് ഒരു കുട്ടി മരിച്ചത്. അവൻ വന്നിട്ട് അവൻ്റെ വീട്ടിൽ വന്നിട്ട് സൂയിസൈഡ് ചെയ്യുകയാണ്. ഈ സൂയിസൈഡ് ചെയ്യുന്ന സംഭവത്തിലേക്ക് എത്തിച്ച വസ്തുത എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. അത് കേവലം റാഗിങ് മാത്രമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ. കാരണം റാഗിങ് അതിനകത്ത് വലിയ വിഷയമാണെങ്കിൽ പോലും റാഗിങ് മാത്രമാണെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. മറിച്ച് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന വലിയ മാരകമായിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ അടിപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അത് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിൽപ്പന. എനിക്കറിയാവുന്ന എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ഒരു വിദ്യാലയത്തിൽ ഒരു പെൺകുട്ടി, അവൾ സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ മാറ്റി ഉപയോഗിക്കുന്നു, ഐഫോൺ ഉപയോഗിക്കുന്നു. അവളെ ടീച്ചർ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവളുടെ ബന്ധം മയക്കുമരുന്ന് ലോബിയായിട്ടുള്ള ബന്ധമുണ്ട്. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇതിനിടയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. എറണാകുളം സംസ്കാരം ജംഗ്ഷനിൽ പോലീസിനോട് തട്ടിക്കയറുന്ന ഒരു കുട്ടി. അവൾ സത്യത്തിൽ അതിൻ്റെ ആളാണ്. അവൾ മയക്കുമരുന്നിൻ്റെ അടിമയാണ്. പക്ഷേ ആ കേസ് ഇപ്പോൾ ഇവിടെ പോയി ആർക്കറിയാം? ഇവിടെ ഏതെങ്കിലും വലിയ വീട്ടിലെ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു മാഫിയയുടെ ബന്ധത്തിൽപ്പെട്ടുള്ള പെൺകുട്ടിയായിരിക്കും. അപ്പോൾ അവളെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. ചോദിച്ചിനി മയക്കുമരുന്നുകാരൻ ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, ഇവർ സദാചാര പോലീസിന് വിളിക്കും. അതുകൊണ്ട് സാധാരണ ആരും ഇടപെടില്ല. എറണാകുളത്ത് രാത്രി 10 മണിക്കും 11 മണിക്കും ഈ പറയുന്ന സതീർത്ഥരൊന്നിച്ച് യാത്ര ചെയ്യുന്ന പെൺകുട്ടികളോട് എവിടെ പോകുന്നു എന്നുള്ള ചോദിക്കാൻ പോലീസിന് പോലും ധൈര്യം വരാറില്ല. ആ ധൈര്യം വരാതിരിക്കാൻ കാരണം ഇവർ സദാചാര പോലീസിനെ ഇവരെ ഉടനെ വിളിക്കുക. അപ്പോൾ ഇത് ഭൂഷണമാണോ? ഈ നമ്മൾ മരിക്കുന്ന സമയം, ഒരാൾ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൃതപ്രായരാക്കുന്ന സമയത്തുണ്ടാവുന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച നടത്തുക. ഈ ചർച്ച അത് പോരല്ലോ സത്യത്തിൽ. അതിനുപരിയായിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിക്കുന്ന വലിയൊരു അന്വേഷണം ആവശ്യമാണ്, വലിയൊരു പഠനം ആവശ്യമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് റാഗിങ് കേവലം റാഗിങ് മാത്രമാണോ, SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളാണെന്നുള്ളത് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നതല്ലാണ്. അവരതിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ പ്രായം എത്രയാണ്? 28 വയസ്സും 30 വയസ്സും 35 വയസ്സൊക്കെയാണ് പ്രായം. ഇവരൊക്കെ എങ്ങനെയാണ് ഈ സ്ഥലത്തിൽ ഇവിടെ എത്തിച്ചേരുന്നത്? എങ്ങനെയാണ്? എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നു. എന്താ പേര്? അയാളുടെ പേര് ആർഷോ. ഇയാളെങ്ങനെയാണ് അവിടെ കോളേജിൽ പഠിക്കുക? അയാളുടെ പ്രായം എത്രയാണ്? അയാൾക്ക് ഇതുവരെ ഡിഗ്രി കിട്ടിയിട്ടുണ്ടോ? അയാൾക്ക് എന്ന് വെച്ചാൽ 30 വയസ്സുള്ളതിന് ഡിഗ്രി പോലും ഇല്ലാതെ കണ്ട് കോളേജിൽ അഡ്മിഷൻ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന നേതൃത്വമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് മയക്കുമരുന്ന് ലോബിക്ക് വിധേയരാവേണ്ടതായിട്ട് വരും. കാരണം ഇവർക്കെല്ലാം ഒരുപാട് പണം വേണം, സഞ്ചരിക്കാൻ പൈസ വേണം എന്ന് മാത്രമല്ല, പഴയ കാലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഇവരെല്ലാം പാടെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ. നമ്മുടെ നാട്ടിലൊരു MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു സിനിമ തന്നെയുണ്ട് ഈ റാഗിങ്ങിന്റെ പശ്ചാത്തലത്തിൽ, മോഹൻലാൽ നായകനായ. അതെ, അമൃതംഗമയ. അതെ, അതില് ഒരു താൻ കാരണം മരണപ്പെടേണ്ടി വരുന്ന ഒരു കുട്ടിയെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഡോക്ടറാണത്.
അത് ആ തരത്തിൽ അതൊരു 30 കൊല്ലക്കാലം മുമ്പുള്ളൊരു സിനിമയാണ്, ആ തരത്തിൽ പശ്ചാത്തലമാണ്. ഇന്നങ്ങനെ ആർക്കും പശ്ചാത്താപമൊന്നുമില്ല. ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ, ആർക്കെങ്കിലും പശ്ചാത്താപമുണ്ടോ? മരിച്ചിരുന്ന ഒരാൾക്ക് ഞാൻ പശ്ചാത്താപമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെക്കുറിച്ചൊരു സിനിമയും വരാൻ സാധ്യതയില്ല, അതിനെക്കുറിച്ചൊരു എഴുത്തുകാരുണ്ടാവാൻ വഴിയില്ല, ഒരു നോവലും പുറത്തിറങ്ങില്ല, ഒരു കഥയും പുറത്തിറങ്ങില്ല. കാരണം ഇന്ന് ജീവിതത്തിൽ, ഇന്നിപ്പോൾ നമ്മൾ റാഗിങ്ങിനെ കുറിച്ച് പറഞ്ഞു. റാഗിങ് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഈ ചില സമയങ്ങളിൽ ആളുകൾ ഈ റാഗിങ്ങിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. അതായത് കുട്ടികളുടെ അവർക്ക് കുറച്ച് ധൈര്യവും തൻ്റെടും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ കോളേജിൽ ഇത്തരം റാഗിങ്ങൾ വലിയ രീതിയിൽ സഹായിക്കും. അതൊക്കെ ചെറിയ രീതിയിൽ അങ്ങ് ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പലപ്പോഴും വലിയ അതിക്രൂരമാവരുത്, എന്നാൽ ചെറിയ രീതിയിലൊക്കെ റാഗിങ് ഉണ്ടാവുന്നതിൽ കുഴപ്പമില്ല എന്ന് അനുകൂലിക്കുന്നവരുണ്ട്. അത് തരത്തിലാണ്. വേറെ തരത്തിൽ പറഞ്ഞാലേ, ഈ കള്ളുകൂടി ശരീരത്തിന് നല്ലതെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. കാരണം കുറേ ചെറിയൊരു കള്ളുകൂടിയൊക്കെ നല്ലതാണ്. ഒരു ചെറിയ പെഗ് എല്ലാ ദിവസവും രാത്രി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷെ മദ്യപാനത്തെ ആ നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ? അല്ലല്ലോ. ഇങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവരത് ഉപയോഗിക്കുന്നവരാണ്. ചെറിയ രീതിയിൽ മദ്യം ഉപയോഗിക്കുന്നതിന് മദ്യപാനത്തെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ റാഗിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് റാഗിങ് ചെയ്യുന്നവർ തന്നെയാണ്. അതിനുശേഷം അവർ ചില ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതാണെങ്കിലും റാഗിങ് അല്ലാതെ കണ്ട് സാധാരണ കുട്ടികളോട് വേണ്ട രീതിയിൽ ഗൃഹനാഥന്മാരും കുടുംബത്തിൽപ്പെട്ട ആളുകളും യഥാവിധി കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ ഈ പറയുന്ന ഡെലിക്കസി ഒന്നും ഉണ്ടാവില്ല. റാഗിങ് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താ? ഇവർ പറയുന്നത് കുട്ടിക്ക് ധൈര്യം ഉണ്ടാവുന്നതാണ്, എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കുടുംബാന്തരീക്ഷം മതി. ഇപ്പോൾ സാധാരണ വിദ്യാഭ്യാസത്തിൽ പറയുന്നത് 25% പാഠ്യപദ്ധതിയിൽ നിന്ന് കിട്ടുക എന്നാണ്. ബാക്കി പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ യഥാവിധി കിട്ടുകയാണെങ്കിൽ പിന്നെ കുട്ടിക്ക് എന്താ പ്രശ്നം? പിന്നെ എന്തിനാ റാഗിങ്ങിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഈ റാഗിങ് കുറച്ച് വേണമെന്ന് പറയുന്നവരടക്കം ഇതിൻ്റെ പ്രയോക്താക്കളാണ്, ഇതിൻ്റെ പ്രചാരകന്മാരായിരിക്കുന്ന ആളുകളാണ്. അതും ഒരു തരത്തിലൊരു ഭൂഷണമല്ല. ഇപ്പോൾ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിൽ അവിടുത്തെ ജീവനക്കാർക്കടക്കം പങ്കുണ്ട് എന്നാണ് പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ട്. അതെ, അതിനകത്ത് എല്ലാവർക്കും പലർക്കും പങ്കുണ്ടാകാം. കാരണം ഈ റാഗിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക? ഒരു സ്ഥലത്ത് കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു, അതിനെ റാഗിങ് എന്ന് വിളിക്കുക. എങ്ങനെ റാഗിങ് ആവുക? തെമ്മാടിത്തരല്ലേ ഇത്? ഈ തെമ്മാടിത്തരത്തിന് എങ്ങനെ റാഗിങ് എന്ന് പറയുക? റാഗിങ് അതായിരുന്നില്ലല്ലോ. അതേപോലെ തന്നെ കുട്ടിയെ കൊണ്ടിടുക. മറ്റേ വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥിനെ, ഇന്ന് അവൻ്റെ 1 വർഷമാവുകയാണ്. അവനെ കൊല്ലുന്ന ആളിനെ കുറിച്ചിട്ട് അതെങ്ങനെ റാഗിങ് ആവുക? ഇത് ക്രൂരമായുള്ള കൊലപാതകമാണ്. അവിടുത്തെ CPSFIയുടെ യൂണിയൻ അവിടുത്തെ കോളേജിൻ്റെ യൂണിയൻ സെക്രട്ടറി അടക്കം അവനക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് ചാർജ് ചെയ്യേണ്ടതാണ്. അവർക്ക് ജാമ്യം കൊടുത്ത് കോടതിയോട് പോലും നമുക്ക് സത്യത്തിലുള്ള ആദരവ് നഷ്ടപ്പെടുകയാണ്. ഇവരെ കൂടുതൽ പഠിക്കാൻ വേണ്ടി അനുവദിക്കുക. ഇവനെന്താ ഇവൻ പഠിക്കേണ്ടത്? ഇത് കോടതിയാണോ? കോടതികളുടെ അടക്കമുള്ള ഇത്തരം കാര്യങ്ങളുടെ ഇടപെടൽ അതിര് കവിഞ്ഞു പോകുന്നുള്ള പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവർക്ക് ജാമ്യം കൊടുക്കുന്നു, ഇവർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോട്ടെ എന്ന് പറയുന്നു. ഈ പറയുന്ന കേൾക്കുമ്പോഴൊക്കെ വളരെ രസമുണ്ടെങ്കിലും ഇതെല്ലാം ഒരു സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഇത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെറ്ററിനറി കോളേജിൻ്റെ സംഭവം ഇവിടെ കോട്ടയം കോളേജിൻ്റെ ഒരു പ്രേരണയായിട്ടില്ലേ? ഇപ്പോൾ കാര്യവട്ട സംഭവത്തിന് പ്രേരണയായിട്ടില്ലേ? ഈ തരത്തിൽ അതായത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി കിട്ടാവുന്ന 2 വർഷത്തെ തടവ് ശിക്ഷയാണെന്നും ആ തടവ് ശിക്ഷയ്ക്ക് മുമ്പ് അവന് വേണ്ടത്ര അവന് പഠിക്കാനും മറ്റൊക്കെ സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്ത് കിട്ടുമെന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ ഇത് കുറ്റകരമല്ല എന്നുള്ള കുട്ടികൾക്ക് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോടതി വിധി സഹായിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഇതിന് ജാമ്യം ഇവർക്ക് കൊടുത്തതിന് ശേഷം, പഠിക്കാൻ അനുവദിച്ചതിന് ശേഷം എല്ലാ ഉണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്ക്. കേരളത്തിൽ ഇതിനു മുമ്പ് കാണാത്ത രീതിയിലാണതുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഈ വിഷയം ഗൗരവമായിട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സിംഗിൾ ബെഞ്ചാണ് വിധിച്ചതെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. വേണ്ടി വന്നാൽ ഫുൾ ബെഞ്ച് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഏതാണെങ്കിലും ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഒരു തലമുറയെ ബാധിക്കുന്ന പ്രശ്നമാണ്, കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, മുഴുവൻ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ റാഗിങ് എന്നല്ല വിളിക്കേണ്ട. വാസ്തവത്തിൽ ഇത് ക്രൂരമായിട്ടുള്ള കുട്ടികളുടെ നേർക്കുള്ള കടന്നാക്രമണമാണ്. ഇത് കൊലപാതകങ്ങളാണ്. ശരിക്കും കൊലപാതക ശ്രമങ്ങളാണ്, കൊലപാതകങ്ങളാണ്. ബലാത്സംഗം നടന്ന പോലെയുള്ള ക്രൂരകൃത്യമാണ്. ഇതിനെ കേവലം റാഗിങ് എന്ന് വിളിച്ചിട്ട് ഈ വിഷയത്തെ ലഘൂകരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇവർ ഒരു തരത്തിലുള്ള ജാമ്യവും ഇവരർഹിക്കുന്നില്ല. ഇവർക്ക് യഥാവിധി ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞു.
ഒരു അമ്മയുടെ വേവലാതി പോലും ഇവരാരും പരിഗണിക്കുന്നില്ല. ആ അമ്മയുടെ അപേക്ഷ പോലും കോടതി തള്ളിക്കളഞ്ഞു. അതിന് പോലും സ്റ്റേ കൊടുക്കുകയുണ്ടായത്. ഇതൊക്കെ ചെയ്യുന്നതിന് സാമാന്യ നീതിക്ക് നിരക്കുന്നതാണോ എന്നുള്ള വസ്തുത എല്ലാ സമൂഹത്തിലും മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ടതാണ്. അതായത് മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിന് മേൽ കൈവയ്ക്കുന്നു, അതിന് മുകളിൽ കോമ്പസ് കൊണ്ട് ഉപദ്രവിക്കുന്നു, കെട്ടിയിടുന്നു, വായിൽ ലോഷൻ ഒഴിക്കുന്നു തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണെന്നല്ലോ കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നത്. ഇത് കുട്ടികളുടെ ഇത്രയും ചെറുപ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഭാവങ്ങൾ പ്രകടമാവുന്നു എന്ന് പറയുന്നത് ഈ ഒരു മൃദുല ഭാവങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഇല്ലാതാവുന്നു എന്നല്ലേ നമ്മൾ? അല്ല, ഇല്ലെന്ന്. ഇത് ഇവനല്ലല്ലോ ചെയ്യണത്, ഇവന്റെ അകത്ത് കിടക്കുന്ന സാധനം ചെയ്യണത്. അല്ല, ഇതിന് നമ്മൾ ഒരു ലഹരി പറയുന്ന അതിന് ഒരുപാട് ഫാക്ടറില്ല. ഇപ്പം അവൻ കാണുന്ന സിനിമയായിരിക്കാം, അല്ലെങ്കിലും അങ്ങനെയുള്ള പല ഫാക്ടറുകൾ ഒരാളുടെ വ്യക്തിയുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ടാവുമല്ലോ. ഉണ്ടാവും. എന്ന് മാത്രമല്ല അവന് ഒരു ശിക്ഷയും കിട്ടില്ല എന്ന് തോന്നല്ലോ. ഇതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നില്ല. ഞാൻ എന്ത് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവന് ചെയ്യാം. എൻ്റെ കൂടെ ചില ആളുകളുണ്ട്, എനിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടും, എനിക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടും, എൻ്റെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യും. അങ്ങനെ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇത്തരം നടപടി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായും.